പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഗ്രീൻ ഡേ ആണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനൊരു ബുക്ക് വായിച്ചു, 501 ആക്ടിവിറ്റീസ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു കളർ ചൂസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഓരോ ഡേ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ടോയ്സ്, പിന്നെന്താ പറയുക, ഡ്രസ്സ്, ഫുഡ് ഐറ്റംസ് എല്ലാം ഒരു പെർട്ടിക്കുലർ കളറിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളറ് ഗ്രീൻ ആണ്. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന്, പക്ഷെ എന്നാലും ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ പുസ്തകം. ഇതാണ് ഗ്രീൻ ഡേയെ കുറിച്ച് പറയണത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് എൻ്റെ പ്ലാൻ. ഇടിയപ്പത്തിൻ്റെ മാവിലേക്ക് എന്താ പറയുക, സ്പിനാച്ചോ പാലക്കോ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്യൂരി ആഡ് ചെയ്ത് അതിനൊരു ഗ്രീൻ കളർ ആക്കാനാണ് പ്ലാൻ. ഗ്രീൻ പീസ് വേവുന്നുണ്ട്. ഞങ്ങളുടെ പുറത്ത് കിച്ചൺ ഗാർഡനിൽ കുറച്ച് പാലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും അത് പറിച്ചുകൊണ്ടായിരുന്നു. ഇടിയപ്പം ഗ്രീൻ പീസ് കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനകത്ത് ഇച്ചിരി കൂടുതൽ പാലൊക്കെ അരച്ച് ചേർത്തായിരുന്നു കേട്ടോ. 10:30 ഞാനാണെങ്കിൽ സ്നാക്സ് ആയിട്ട് എടുത്തേക്കുന്നത്, സ്നാക്കല്ല, ഒരു ഫ്രൂട്ട് ബൗളാണ് എടുത്തേക്കുന്നത്. കിവിയും മുന്തിരിയും. ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു കൊറിയാണ്ടർ ഗാർലിക് റൈസ്, സാധാ ചോറാട്ടോ, ബസ്മതി റൈസ് അല്ല, സാധാ ചോറ്. പിന്നെ പച്ചമുളകും മാങ്ങയും എല്ലാം കൂടി ചേർത്തരച്ച് ചമ്മന്തി, ബ്രക്കോളി തോരന്, പിന്നെ ചിക്കൻ ഫ്രൈ. ചിക്കൻ ആണെങ്കിൽ ഗ്രില്ല് ചെയ്താട്ടോ, ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ്. ഇതിൽ പച്ച മസാല പുരട്ടിയത് പച്ചയായിരുന്നു, ഗ്രില്ല് ചെയ്ത് വന്നപ്പോൾ ലേശം ബ്രൗൺ ആയിട്ട്. ഓക്കെ, ഗ്രീൻ കളറിലെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം മക്കളെ കൊണ്ട് പാർക്കിൽ പോയി. എന്നിട്ട് വലിയ ആൾക്കൊരു ടാസ്ക് കൊടുത്തു കേട്ടോ. അവിടെ ഉള്ള പാർക്കിലുള്ള ഏത് റൈഡിലും കയറിക്കോ, പക്ഷേ ആ റൈഡിൽ ഗ്രീൻ കളർ വേണമെന്ന് പറഞ്ഞു. ആശാൻ അതൊക്കെ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഗ്രീൻ കളർ മാറിയിട്ട് ആശാൻ ഇഷ്ടപ്പെട്ട റൈഡിലൊക്കെ കയറുന്നുണ്ടായിരുന്നു. പാർക്കിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും നേരം വൈകിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പിസ്തയാക്കി കഴിക്കാനുള്ളത്. പിന്നീട് വൈകിട്ടത്തേക്ക് പാസ്തയാണ് കരുതിയിരിക്കുന്നത്. പാസ്തയിലും എന്തെങ്കിലും ഗ്രീൻ കളർ ചേർക്കണം. ഞാനാണെങ്കിൽ സ്പിനാച്ചാണ് ചേർത്ത് ഇത്തവണ, പാലക്കല്ല, സ്പിനാച്ച് എടുത്ത് അത് പ്യൂരിയാക്കി സാധാരണ പാസ്ത ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇന്നത്തെ ഗ്രീൻ ഡേ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.